നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയോട് വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ സംസ്ഥാനത്ത് വിശാല പ്രതിപക്ഷ സഖ്യം രൂപീകരിക്കാൻ മമതാ ബാനർജി പ്രതിപക്ഷ കക്ഷികളായിരുന്ന CPM-ഉമായും അതുപോലെ തന്നെ കോൺഗ്രസുമായും മറ്റ് ഇടതു പാർട്ടികളുമായിട്ടൊക്കെ കൂട്ടുകൂടിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ സഖ്യം ചേർത്തുകൊണ്ട് പുതിയ വിശാല സഖ്യം BJP-ക്കെതിരെ രൂപീകരിക്കാനാണ് അവർ ശ്രമം നടത്തുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ ഈ തെരഞ്ഞെടുപ്പ് BJP-യും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് അട്ടിമറിച്ചതാണെന്നും യഥാർത്ഥ വിജയം അത് തൃണമൂൽ കോൺഗ്രസിൻ്റെതാണെന്നും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്ന പ്രശ്നമില്ലെന്നും മമതാ ബാനർജി നിലപാടെടുത്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ബംഗാൾ ഗവർണർ RN രവി ഈ കാലാവധി പൂർത്തിയാക്കിയ നിയമസഭ പിരിച്ചുവിടുകയായിരുന്നു. അതിനു പിന്നാലെയാണ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ പുതിയ BJP സർക്കാർ കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. പുതിയ സർക്കാർ രൂപീകരിക്കപ്പെട്ടതോടുകൂടിയാണ് മമതയുടെ മനം മാറ്റം. മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും രാജിവെക്കില്ല, ഞാൻ ഇപ്പോഴും ബംഗാളിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞു നടന്ന മമതാ ബാനർജിയാണ് ഇപ്പോൾ വിശാല പ്രതിപക്ഷ സഖ്യം രൂപീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. CPM-നോടും കോൺഗ്രസിനോടും പഴയ പിണക്കങ്ങളെല്ലാം മാറ്റിവെക്കണമെന്നും ഇപ്പോൾ നമ്മുടെ ശത്രു BJP ആണെന്നും BJP-ക്കെതിരെ പോരാടാൻ ഒരുമിച്ച് നിൽക്കണമെന്നുമാണ് മമതാ ബാനർജി ആവശ്യപ്പെട്ടത്. നേരത്തെ CPM-നെയോ മറ്റ് ഇടതു പാർട്ടികളെയോ കോൺഗ്രസിനെയോ ബംഗാളിൽ മമത അടുപ്പിച്ചിരുന്നില്ല. ദേശീയ തലത്തിൽ ഒരേ മുന്നണിയിൽപ്പെട്ട പാർട്ടികളാണ് ഇവരൊക്കെ. എന്നാൽ പോലും കോൺഗ്രസിനെയോ CPIM-നെയോ സ്വന്തം പാളയത്തിലേക്ക് അടുപ്പിക്കാതെ ഒറ്റയ്ക്ക് നാടുഭരിക്കാനും ഒറ്റയ്ക്ക് BJP-യെ നേരിടാനും തയ്യാറായ രാഷ്ട്രീയ നേതാവാണ് മമതാ ബാനർജി. ഇപ്പോൾ വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയപ്പോഴാണ് ഈ മനംമാറ്റം ഉണ്ടായത് എന്നാണ് ലഭിക്കുന്ന സൂചന. കോൺഗ്രസിനെയും അതുപോലെ തന്നെ CPIM-നെയും ഒപ്പം കൂട്ടി BJP-ക്കെതിരെ പുതിയ പോർമുഖം തുറക്കാനാണ് മമതാ ബാനർജിയുടെ പദ്ധതി. എന്നാൽ ആ പദ്ധതിക്ക് തുടക്കത്തിൽ തന്നെ തിരിച്ചടിയേറ്റിരിക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം സഖ്യത്തിനില്ല എന്നതാണ് CPIM-ന്റെയും മറ്റ് ഇടതു പാർട്ടികളുടെയും തീരുമാനം. കോൺഗ്രസ് ഇതുവരെ തീരുമാനം അറിയിച്ചിട്ടില്ല. കോൺഗ്രസ് തൽക്കാലം ഈ വിശാല സഖ്യത്തിൽ ചേരാൻ സാധ്യതയില്ല എന്നാണ് ലഭിക്കുന്ന സൂചന. കാരണം അവർ കോൺഗ്രസിനെയും CPIM-നെയും പിന്നിലാക്കാൻ വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ബംഗാൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരെ ഒപ്പം കൂട്ടാൻ നേരത്തെ അവർ തയ്യാറായതുമില്ല. BJP-യെ വളർത്തിയത് തൃണമൂൽ കോൺഗ്രസ് ആണ് സംസ്ഥാനത്ത് എന്നാണ് CPM ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട്. 2011 CPIM-ന്റെ 34 വർഷം നീണ്ടുനിന്ന ഭരണം അവസാനിപ്പിച്ച് മമത ആണ് ഈ ബംഗാളിന്റെ ഭരണം പിടിച്ചത്. അതിനുശേഷം CPM ഒരു രീതിയിലും അധികാരത്തിൽ വരാതിരിക്കാനുള്ള നീക്കങ്ങൾ മമതാ ബാനർജി നടത്തിയിരുന്നു. സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ അധപ്പതനത്തിന് കാരണമായേക്കാവുന്ന നീക്കങ്ങളും നേരത്തെ മമതാ ബാനർജി നടത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികളെയെല്ലാം ഇങ്ങനെ മൂലക്കിരുത്താനും ഇല്ലാതാക്കാനുമുള്ള ശ്രമങ്ങൾ മമതാ ബാനർജി ഈ കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ഒട്ടേറെ നടത്തിയിട്ടുണ്ട്. മമതാ ബാനർജിയുടെ ഈ അടവുകൾ വിലപ്പോകാത്തത് BJP-യോട് മാത്രമായിരുന്നു. വെറും 3 സീറ്റ് മാത്രമുണ്ടായിരുന്ന BJP 2021 തെരഞ്ഞെടുപ്പിൽ 77 സീറ്റിലേക്ക് കുതിച്ചു കയറി. ആ തെരഞ്ഞെടുപ്പിൽ തന്നെ മമതാ ബാനർജിയുടെ നിലനിൽപ്പിന് വലിയ ഭീഷണിയായി BJP മാറിയിരുന്നു. അന്ന് തന്നെ BJP സംസ്ഥാനത്ത് അധികാരം പിടിക്കുമോ എന്ന് പലരും സംശയിച്ചിരുന്നതാണ്. പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ 77 സീറ്റുകളിലേക്ക് BJP-യുടെ നമ്പർ ഒതുങ്ങുകയായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ BJP അതിൻ്റെ കണക്ക് തീർത്തു. ഒട്ടനവധി തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ഈ സമയത്തിനുള്ളിൽ BJP-യിലെത്തി. ഭരണവിരുദ്ധ വികാരം ശക്തമായി ഈ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ചു. സന്ദേശ് ഖലി സംഭവം, അതുപോലെ തന്നെ RG കാർ മെഡിക്കൽ കോളേജിലുണ്ടായ ക്രൂരമായ ബലാത്സംഗവും കൊലപാതകവും, ഈ സംഭവങ്ങളോട് മമതാ ബാനർജി സർക്കാരും മമതാ ബാനർജിയുടെ മരുമകൻ അഭിഷേക് ബാനർജിയും എടുത്ത നിലപാടുകൾ, ഇതെല്ലാം കടുത്ത ജനവിരുദ്ധ മനോഭാവം സൃഷ്ടിച്ചു ഈ സർക്കാരിനെതിരെ. ഭരണവിരുദ്ധ വികാരം അങ്ങനെയാണ് രൂപപ്പെട്ടത്. ജനങ്ങളെ കണ്ടില്ല എന്ന് നടിക്കാനാണ് മമതാ ബാനർജി ഈ കാലയളവിലെല്ലാം ശ്രമിച്ചത്. മാത്രമല്ല കോൺഗ്രസിനെ വെട്ടി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരാനും മമതാ ബാനർജി ശ്രമിച്ചിരുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ പലതും മമതാ ബാനർജി നടത്തിയിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് തോൽവികൾ വരുമ്പോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് മാറണമെന്നും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നിന്നും കോൺഗ്രസ് മാറണമെന്നുമൊക്കെ മമതാ ബാനർജി പറഞ്ഞിരുന്നതാണ്. ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വിജയിച്ചിരുന്നുവെങ്കിൽ മമതാ ബാനർജി ദേശീയ തലത്തിലേക്ക് ഉയരുമായിരുന്നു. പ്രതിപക്ഷ സ്ഥാനത്ത് മോദിയെ എതിർക്കാൻ
താൻ മാത്രമായിരിക്കും ശക്തയായ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പ്രഖ്യാപിക്കാൻ മമതാ ബാനർജിക്ക് കഴിഞ്ഞേനെ. അതായിരുന്നു മമതാ ബാനർജിയുടെ പ്ലാനും പദ്ധതിയും. പക്ഷേ അതെല്ലാം തകർന്നു പോവുകയായിരുന്നു. മാത്രമല്ല, മമതാ ബാനർജി നിരന്തരം കേന്ദ്ര സർക്കാരിനോട് ഏറ്റുമുട്ടി. ഈ SIR അടക്കമുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ വലിയ കുഴപ്പങ്ങൾ മമതാ ബാനർജി സംസ്ഥാനത്ത് സൃഷ്ടിച്ചു. SIR-നെതിരായിട്ടുള്ള സമരം, അതുപോലെ തന്നെ CAA വിരുദ്ധ സമരം, ഇതെല്ലാം പലപ്പോഴും അതിരുകൾ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. സുപ്രീം കോടതിയുടെ അതൃപ്തിക്ക് പോലും ഈ SIR വിരുദ്ധ സമരം കാരണമായിരുന്നു. 7ഓളം വരുന്ന ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ നീണ്ട 9 മണിക്കൂർ തടവിൽ വെച്ചതുകൊണ്ടാണ് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഇടപെടേണ്ടി വന്നത്. സുപ്രീം കോടതി അന്ന് അതിരൂക്ഷമായി മമതാ ബാനർജിയെയും സർക്കാരിനെയും വിമർശിച്ചിരുന്നു. അതിനുശേഷമാണ് കേന്ദ്രസേനയെ വിന്യസിക്കാനുള്ള അനുമതി സുപ്രീം കോടതി നൽകിയത്. സംസ്ഥാനത്തുടനീളം വ്യാപകമായ കേന്ദ്രസേനാ വിന്യാസം നടത്തിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തിയെടുത്തത്. അക്രമ സംഭവങ്ങൾ പരമാവധി കുറയ്ക്കാൻ ഈ കേന്ദ്രസേനയുടെ വിന്യാസത്തിന് സാധിച്ചു. ഗുണ്ടകളെ ഉപയോഗിച്ച് ജയിച്ചു കയറാമെന്നും ആളുകളെ ഭീഷണിപ്പെടുത്തി വോട്ട് പെട്ടിയിലേക്ക് വോട്ട് വർദ്ധിപ്പിക്കാമെന്നും മമതാ ബാനർജി കണക്ക് കൂട്ടിയിരുന്നു. എന്നാൽ ആ കണക്കുകൂട്ടുകൾ തെറ്റിച്ചത് ഈ കേന്ദ്രസേനയുടെ വിന്യാസമാണ്. SIR കൂടി വന്നതോടുകൂടി മമതാ ബാനർജിയുടെ കാര്യം പരുങ്ങലിലായി. മമതാ ബാനർജിക്കെതിരെ, അല്ലെങ്കിൽ ഭരണത്തിലിരുന്നപ്പോൾ ഈ 15 വർഷവും കാട്ടിയ ന്യൂനപക്ഷ പ്രീണനം, അത് മമതാ ബാനർജിക്കെതിരെ ഭൂരിപക്ഷ മതവിഭാഗം BJPക്ക് അനുകൂലമായി ഏകീകരിക്കപ്പെടാൻ കാരണമായി. ഇങ്ങനെ BJPക്ക് അനുകൂലമായി ഭൂരിപക്ഷ മതവിഭാഗം ഏകീകരിക്കുകയും SIR നടന്നതോടുകൂടി വലിയൊരു വിഭാഗം വോട്ടിംഗ് പാറ്റേണിൽ മാറ്റം വരികയും ചെയ്തതോടുകൂടി ഇപ്പോൾ വലിയ പ്രതിരോധത്തിലാണ് മമതാ ബാനർജി. 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ ഇനി കഴിയില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ പിന്നോട്ട് പോകുന്നതല്ലാതെ ഇനി വീണ്ടും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മുന്നേറിക്കൊണ്ട് ഭരണത്തിലേക്ക് വരിക എന്നത് മമതാ ബാനർജിയെ കൊണ്ട് ഏകദേശം അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്ത് വിശാലമായ പ്രതിപക്ഷ ഐക്യം കെട്ടിപ്പടുക്കാം എന്ന തന്ത്രം ഇപ്പോൾ മമതാ ബാനർജി പയറ്റുന്നത്. പക്ഷെ അത് ഇടതു പാർട്ടികളും CPM-ഉം ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. കോൺഗ്രസും അങ്ങനെ തള്ളിക്കളയാനാണ് സാധ്യത. BJP അധികാരത്തിൽ വന്നതോടുകൂടി സംസ്ഥാനത്ത് ക്രമസമാധാന നിലയിൽ വലിയ മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്ന് നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അതായത് മുൻകാലഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസവും വോട്ടെണ്ണൽ കഴിഞ്ഞ് കുറച്ചു നാളും ഈ ബംഗാളിൽ വലിയ രാഷ്ട്രീയ ലഹള തന്നെ നടക്കുമായിരുന്നു. 2011-ൽ CPM-നെ ഈ തൃണമൂൽ കോൺഗ്രസ് പരാജയപ്പെടുത്തിയപ്പോൾ പിന്നീട് CPM നേതാക്കളെ ഓടിച്ചിട്ട് തല്ലുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം CPM-ന്റെ ഓഫീസുകളെല്ലാം താഴിട്ട് പൂട്ടി. വർഷങ്ങളോളം ആ ഓഫീസുകൾ ഇങ്ങനെ അടഞ്ഞു തന്നെ കിടന്നു. ഇന്നിപ്പോൾ മമതാ ബാനർജിയുടെ സർക്കാർ മാറി പുതിയൊരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അത്തരത്തിൽ താഴിട്ട് പൂട്ടപ്പെട്ട പല CPM ഓഫീസുകളും വീണ്ടും തുറക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മമതാ ബാനർജിയെ ഒരു കാര്യത്തിലും വിശ്വസിക്കാൻ CPM ഒരുക്കമല്ല. ഒരു രാഷ്ട്രീയ സഖ്യത്തിനും തങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വമ്പൻ തോൽവിയോടുകൂടി സമനില തെറ്റിയ മമതാ ബാനർജി CPIM-ന്റെ ഓഫീസിൽ, അല്ലെങ്കിൽ CPIM-ന്റെ പടിവാതിൽക്കൽ സഹായത്തിനായി യാചിക്കുകയാണ്. എന്നാൽ ഒരു ദയാദാക്ഷിണ്യവും കൂടാതെ, അല്ലെങ്കിൽ ഒരു ദയാദാക്ഷിണ്യവും കാട്ടാതെ CPM മമതാ ബാനർജിയെ ആട്ടിയിറക്കുകയും ചെയ്തു. ഇനി എന്താണ് രാഷ്ട്രീയമായി തനിക്ക് ചെയ്യാൻ കഴിയുക എന്നാലോചിച്ച് മമതാ ബാനർജി ആകെ പരവശയാണ്. എന്തായാലും ദേശീയ തലത്തിലുള്ള ഇന്ത്യ മുന്നണിയെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കളയാം എന്നവർ സ്വയം വിചാരിക്കുകയാണ്. ഇന്ന് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളെയെല്ലാം മമതാ ബാനർജി ഫോണിൽ ബന്ധപ്പെട്ടു എന്നാണ് സൂചന. എന്തിനാണ് ഈ ഇന്ത്യ മുന്നണി ഘടകകക്ഷികളെ വിളിക്കുന്നത്? ഒന്നും ചെയ്യാനില്ലാത്ത മമത, പ്രതിപക്ഷത്തായി പോയ മമതാ ബാനർജി ഇനി ദേശീയ രാഷ്ട്രീയത്തിൽ എന്ത് ചെയ്യാനാണ്? എന്തായാലും കോൺഗ്രസും അതുപോലെ തന്നെ CPIM-ന്റെയും എല്ലാം വെറുപ്പ് സമ്പാദിച്ച സ്ഥിതിക്ക് മുന്നണിയിൽ അല്പസമയം പണിയെടുത്തു കളയാം എന്നായിരിക്കും ഇപ്പോൾ മമതാ ബാനർജി വിചാരിക്കുന്നത്. തനിയെ അങ്ങിറങ്ങിപ്പോയ അതേ മുന്നണിയിൽ നിന്ന് ഇപ്പോൾ വലിഞ്ഞു കയറി വരാനുള്ള ശ്രമം മമതാ ബാനർജി നടത്തുകയാണ്. ഇന്ത്യ മുന്നണി ഘടകകക്ഷി നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുക, അവരുമായി ഒരു ലോഹ്യത്തിലാവുക, പിന്നീട് ഇന്ത്യ മുന്നണിയിൽ സജീവമായി പ്രവർത്തിക്കുക, ഇനി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MP ആവുക, ഇതൊക്കെയായിരിക്കും ഒരുപക്ഷെ മമതാ ബാനർജിയുടെ മോഹങ്ങൾ. എന്തായാലും തോൽവിയുടെ ആഘാതത്തിൽ നിന്നും ഇതുവരെയും മമതാ ബാനർജി മുക്തയായിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഘടകകക്ഷികളെ ഫോൺ വിളിക്കുന്നതും CPIM-ന്റെ പിന്തുണ തേടുന്നതും കോൺഗ്രസിനെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നതുമെല്ലാം.